بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم وأنكحوا നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക നിക്കാഹ് ചെയ്തു കൊടുക്കുക അറിഞ്ഞ അൽ അയാമ മിൻകും നിങ്ങളിൽ നിന്നുള്ള അയ്യിമുകൾ അയ്യിമു എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യ ഇല്ലാത്തവർ അറിഞ്ഞ അവരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഇല്ലാത്തവർ അവരെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക അൻകിഹു നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക ഈ ഖിതാബ് ഔലിയായിനോടും സാദാത്തിനോടും അതായത് പെണ്ണിൻ്റെ ആണിൻ്റെ വലിയകളോടാണ് അതുപോലെ സയ്യിദന്മാരോടാണ് അടിമകളാവുമ്പോൾ അടിമൻ്റെ സയ്യിദിനോടാണ് ഖിതാബ് അൻകിഹു നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക അൽ അയാമ മിൻകും നിങ്ങളിൽ നിന്നുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഇല്ലാത്തവർക്ക് അവർക്ക് നിങ്ങൾ മറ്റുള്ളവരെ നിക്കാഹ് കഴിച്ചു കൊടുക്കുക ജമ്മു അയ്യിമിന്റെ ജമ്മാണ് അയാമ വഹിയ അയ്യിം എന്ന് പറഞ്ഞാൽ മൻ ലൈസലഹ സൗജുൻ ഒരുത്തിയാണ് അവൾക്ക് ആരില്ല ഭർത്താവില്ല ബിക്രങ്കാനത്ത് ഔ സയ്യിബൻ അത് ചിലപ്പോൾ ആറാകാം ബിക്രാകട്ടെ സയ്യിബാകട്ടെ കന്യാപെണ്ണാവട്ടെ സയ്യിബാവട്ടെ കന്യാപെണ്ണിന് ഭർത്താവില്ല മങ്ങലായിട്ടില്ല സയ്യീബ് എന്ന് പറഞ്ഞാൽ മങ്ങലായിട്ട് സയ്യീബാണ് ഇപ്പന്തില്ല മുന്നേ മംഗലായിട്ടുണ്ടാവും ഇപ്പൊ ഭർത്താവില്ല അപ്പൊ സയ്യീബാവട്ട് ബിക്രാവട്ട് അവരാണ് അയ്യീം അപ്പൊ ആ അയാമ ഒമൻ ഒരാളുമാണ് ഏതൊരാൾ ലൈസലഹു സൗജുൻ അവനിക്ക് ഭാര്യയില്ല അപ്പൊ നേരത്തെ പറഞ്ഞ ഭർത്താവില്ലാത്തത് ഇതിപ്പോ ഭാര്യയില്ല അപ്പൊ അങ്ങനത്തെ ആളുകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക വഹാദാഫിൽ അഹ്റാരി വൽ ഹറായിരി ഈ പറഞ്ഞ അയാമ ഉണ്ടല്ലേ അത് സ്വതന്ത്ര ആണുങ്ങളിലും സ്വതന്ത്ര പെണ്ണുങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത് കാരണം അടിമകളെ പറ്റി പിന്നെ അപ്പുറത്ത് പറയുന്നത് ഇമായിക്കും ഇബാദിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അൻകിഹു അൽ അയാമ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വതന്ത്രരായ ആണ് പെണ്ണിനെ പറ്റിയാണ് പറഞ്ഞത് പിന്നെ ആരെയും സ്വാലിഹീങ്ങൾ അയാൾ മുഅ്മിനീങ്ങളായ അപ്പൊ മുഅ്മിനീങ്ങളായ അടിമകൾ ആ നിക്കാഹ് ഒഴിവാക്കൽ കൊണ്ട് സിനയെ പേടിക്കുകയാണെങ്കിൽ അവരെ നിർബന്ധമായിട്ടും കെട്ടിച്ചു കൊടുക്കണമെന്നാണ് വഹാദ ഇൻദ ഷാഫി മദബ് അങ്ങനെ അപ്പൊ അങ്ങനെ സ്വാലിഹീന എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളായ ആളുകളെയും നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക അതായത് മുഅ്മിനീങ്ങൾ മിൻ ഇബാദിക്കും വ ഇമായിക്കും കണ്ട നിങ്ങളെ അടിമകളിൽ നിന്നും നിങ്ങളെ അടിമ പെണ്ണുങ്ങളിൽ നിന്നും അപ്പൊ നേരത്തെ പറഞ്ഞത് സ്വതന്ത്രരായ ആളുകളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഇപ്പൊ പറയുന്നത് ആരെ അടിമകളായ ആണുങ്ങൾ പെണ്ണുങ്ങൾ വഇബാദുൻ എന്നത് മിൻ ജുമുഇ അബ്ദിന്റെ ജമ്മുകളിൽപ്പെട്ടതാണ് ഏത് ഇബാദ് വേറെയും ജമ്മുണ്ട് അബീദ് എന്നുണ്ട് ആബിദ് എന്നുണ്ട് അതിന്റെ ജമ്മു അബ്ദിന്റെ ജമ്മു കുറെ ഉണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞത് ജമ്മു ഇബാദ് അബീദ് ആബിദിനെ കൂട്ടത്തിലുള്ള ഒരു ജമ്മാണ് ഇബാദ് അപ്പൊ ഇബാദിക്കും മിൻ ഇബാദിക്കും വ ഇമായിക്കും അപ്പൊ മനസ്സിലായില്ലേ അൻകിഹുൽ അയാമ മിൻകും നിങ്ങളിൽ നിന്നുള്ള അയ്യിമുകൾക്ക് അതുപോലെ നിങ്ങളെ ഇബാദിൽ നിന്നും ഇമായിൽ നിന്നും ഇബാദ് എന്ന് പറഞ്ഞാൽ ആൺ അടിമകൾ ഇമാ എന്ന് പറഞ്ഞാൽ പെണ്ണ് അടിമകൾ അടിമ സ്ത്രീകൾ അവരിൽ നിന്നുള്ള സ്വാലിഹീങ്ങളായ ആളുകളെ നിങ്ങൾ അവർക്ക് നിങ്ങൾ നിക്കാഹി കഴിച്ചു കൊടുക്കുക ഇൻകാഹ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് എന്താക്കുന്നത് നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നതിനാണ് ഇൻകാഹ് എന്ന് പറയുന്നത് എപ്പോ ഈ യക്കൂനു അവരാണെങ്കിൽ അയാൾ അഹറാറു ഈ സ്വതന്ത്രന്മാരായ ആളുകളാണെങ്കിൽ എന്താണെങ്കിൽ ഫുഖറാ അവർ ഫക്കീറന്മാരാണ് പാവങ്ങളാണ് അത് വേറെ എന്താണെങ്കിൽ കഴിച്ചു കൊടുക്കണമെന്നല്ല ഇപ്പൊ എന്ത് പറഞ്ഞു അൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും അത് കഴിഞ്ഞ് അതേ സമയത്ത് അതെ എപ്പോ ഈ യക്കൂനു ഫുഖറാ അവർ പാവങ്ങളാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹ് അതിന്റെ ജവാബ് അത് അള്ളാഹു അവർ ഐശ്വര്യമാക്കും മിൻ ഫദ്ലിഹി അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഫളിൽ നിന്ന് കാരണം അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടെങ്കിൽ എന്താക്കാം അവർക്ക് വേണ്ടായതെല്ലാം കിട്ടും കൊടുക്കുന്നവൻ അള്ളാഹു ആണ് അറിഞ്ഞ ഉത്ലുബുൽ ഗിനാ ബിത്തസവ്വുജ് എന്നിട്ട് ഹദീസ് ഉണ്ടല്ലോ പാവങ്ങളാണെങ്കിൽ മംഗലാവട്ട് ഹറാമിലേക്ക് പോകണ്ട അങ്ങനെ ആവുമ്പോൾ ഐശ്വര്യം ആര് കൊടുക്കുന്ന പഠിച്ചോൻ അള്ളാഹു കൊടുക്കും അപ്പോൾ ഇവിടെ ഉദ്ദേശം സ്വാലിഹീങ്ങളായ ആണ് പെണ്ണുങ്ങളെ മംഗലം കഴിച്ചു കൊടുക്കുക അവർ പാവങ്ങളാണെങ്കിലും ഉണ്ടാതിരിക്കണ്ട അവർക്ക് അള്ളാഹു കൊടുക്കും തുൻകഹുൽ മർഅതു ലിമാലിഹ വ ജമാലിഹ വ ദീനിഹ വ ലിഹസബിഹ ഹദീസുണ്ടല്ലേ ഫൽഫർ ബിദാത്തിദ്ദീൻ പിന്നെ ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു ബിത്തസവ്വുജി കണ്ട വിവാഹിതരാവൽ കൊണ്ട് അള്ളാഹു അവരെ ഗനിയാക്കും മിൻ ഫദ്ലിഹി അവന്റെ ഫളിൽ നിന്ന് വല്ലാഹു വാസിഉൻ അള്ളാഹു വിശാലത ചെയ്യുന്നവനാണ് ലി ഖൽഖിഹി അവന്റെ സൃഷ്ടികൾക്ക് അലീമും ബിഹിം
അവരെ അവസ്ഥ അറിയുന്നവനുമാണ് പഠിച്ചവൻ അല്ലാഹു. അറിഞ്ഞ പിന്നെ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. പിന്നെ അഗൈൻ വല്യസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലകത് അയ്മാനുകും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറാ വആതൂഹും മിമ്മാ ലില്ലാഹില്ലദീ ആതാകും ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم. هذا والذين വല്യസ്തഅഫിഫ് മാന്യത കാണിക്കട്ടെ. വല്യസ്തഅഫിഫ് അല്ലദീന ഒരു കൂട്ടർ. ഏതു കൂട്ടർ? ലാ യജിദൂന അവർ എത്തിക്കുന്നില്ല. എന്തിനെ? നിക്കാഹൻ നിക്കാഹിനെ എന്ന് പറഞ്ഞാൽ ഐ മാ യൻകിഹൂന ബിഹി ഒന്നിനെ. അതുകൊണ്ട് അവർ നിക്കാഹ് കഴിക്കും. അതെന്തിനാൽ? മിൻ മഹ്റിൻ മഹ്റിനാൽ, പിന്നെ ചെലവിനാൽ. അനിസിനാന്ന മിനസിനാന്ന. അപ്പോൾ അവർക്കെന്തില്ല? നിക്കാഹിനെ അവർ എത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ ലിയജ്തഹിദു ഫീ ത്വലബിൽ ഇഫ്ഫത്തി വതഹ്സീലി അസ്ബാബിഹാ. വല്യസ്തഅഫിഫ് മാന്യത കാണിക്കട്ടെ അല്ലദീന ഒരു കൂട്ടർ. എങ്ങനത്തെ കൂട്ടർ? ലാ യജിദൂന അവർ എത്തിക്കുന്നില്ല. നിക്കാഹൻ എന്ന് പറഞ്ഞാൽ നിക്കാഹിന് ആവശ്യമായ ഒന്നും അവരുടെ കയ്യിലില്ല, മഹർ കൊടുക്കാൻ വരെ ഇല്ല. അപ്പോൾ അവരെന്താക്കുന്നത്? ചെലവ് കൊടുക്കാനൊന്നുമില്ല ഭാര്യക്ക്. പിന്നെ അറിഞ്ഞ അതെല്ലാം ആവശ്യമുണ്ടല്ലേ, അതില്ല. അപ്പോൾ ഓരെന്താക്കണം? ഒരു ഐഫത്ത് മാന്യത ഉണ്ടാക്കുന്നതിൽ അവർ അധ്വാനിക്കണമെന്ന. അവർ പെണ്ണുങ്ങളെ തൊട്ട് ദൂറാവട്ട്, അതുപോലെ അവർ നോമ്പ് നോക്കട്ട്. മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗമി ഫഇന്നഹു ലഹു വിജാഉണ്ട്. കഴിയാത്ത ഒരാൾ നോമ്പ് കൊണ്ട് അവന്റെ വികാരത്തെ തണുപ്പിക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുന്ന നിക്കാഹിനെ അവർ എത്തിക്കുന്നില്ല. നിക്കാഹ് കഴിക്കാൻ പറ്റിയ ഒന്നും അവരെ കയ്യിലില്ല. എങ്കിലോ നേരത്തെ പറഞ്ഞത് ഔലിയായിനോടാണ് ഖിതാബ്, മങ്ങളാക്കി കൊടുക്കുന്നവരോട്. അപ്പോൾ അവർക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ മങ്ങളാക്കി കൊടുക്കട്ട്, നിർബന്ധമാണ്. പിന്നെ പൈസ കാര്യങ്ങളെല്ലാവരും ഉണ്ടാക്കിത്തരും, അള്ളാഹു ഉണ്ടാക്കിത്തരും. ഇപ്പോൾ പറയുന്ന നിക്കാഹ് കഴിക്കാനേ ഒന്നുമില്ല അവരുടെ കയ്യിൽ. എങ്കിലും ഒരു മാന്യത കാണിക്കട്ടെ എന്ന്. എന്തിൽ നിന്ന്? വിചാരത്തിൽ നിന്ന്. അപ്പോൾ അതിന് കാരണം പറഞ്ഞല്ല, അസ്ബാബ്, നോമ്പെടുക്കുക, പെണ്ണുങ്ങളിൽ നിന്ന് ദൂരെയാവുക, നോക്കാതിരിക്കുക, ഇങ്ങനെല്ലാം പറഞ്ഞു. ഏതുവരെ? ഹത്താ യുഗ്നിയഹുമുല്ലാഹ്, അള്ളാഹു അവരെ ഐശ്വര്യമാക്കുന്നത് വരെ. യുവസ്യ അലൈഹിം, അവരുടെ മേൽ അള്ളാഹു വിശാലത ചെയ്യുന്നത് വരെ. മിൻ ഫദ്ലിഹി, എന്തിൽ നിന്ന്? അവന്റെ ഫദ്ലിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വിശാലത ചെയ്യുന്നത് വരെ അവർ മാന്യത കാണിക്കട്ട്. പിന്നെ ഫയൻകിഹൂൻ, പിന്നെ അവർ വിവാഹം കഴിക്കും. പിന്നെ കഴിക്കട്ടെ വിവാഹം. വല്ലദീന യബ്തഗൂനൽ കിതാബ, വല്ലദീന ഒരു കൂട്ടർ. ഇത് അടിമകളെ പറ്റി പറയുന്നത്. യബ്തഗൂൻ അവർ ആഗ്രഹിക്കുന്നു. അൽ കിതാബ എന്ന് പറഞ്ഞാൽ ബിമാനൽ മുകാത്തബത്തി, എന്നെ മാനാക്കാണത് കിതാബ് എന്ന എഴുത്തിനെ, അതായത് സയ്യിദിൽ നിന്നുള്ള മോചനപത്രത്തെ അവർ എന്താക്കുന്നു? ആഗ്രഹിക്കുന്നു. ഇത്ര പൈസ തന്നെങ്കിൽ ഞാൻ എന്താക്കാം, നിന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാന്ന് പറഞ്ഞ മുകാത്തബത്ത്. വല്ലദീന ഒരു വിഭാഗം. ഏതു വിഭാഗം? യബ്തഗൂന അവർ ആഗ്രഹിക്കുന്നു അൽ കിതാബ മുകാത്തബത്തിനെ, മോചനപത്രത്തെ അവർ. അങ്ങനത്തെ വിഭാഗം. അവർ ആരിൽ നിന്ന്? അവരാരാൽ? മിമ്മ ഒരു കൂട്ടറാൽ. എങ്ങനത്തെ കൂട്ടർ? മലക്കത്ത് ഐമാനുക്കും, അവരെ നിങ്ങളുടെ കരങ്ങൾ മിൽക്കാക്കിയിരിക്കുന്നു. കൈകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ പിന്നെ മിൽക്കാക്കിയിരിക്കുന്നു. അവരാരാൽ? മിനൽ അബീദി വൽ ഇമായി, അടിമകളാൽ, അടിമ പെണ്ണുങ്ങളാൽ. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള ഈ പറഞ്ഞ അടിമകൾ, അടിമ സ്ത്രീകൾ, അവർ ഫകാത്തിബൂഹും, അവർ അങ്ങനെ മുകാത്തബത്തിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫകാത്തിബൂഹും, അവരോട് നിങ്ങൾ മുകാത്തബത്ത് നടത്തുക. അറിഞ്ഞ മുകാത്തബത്ത്, വിമോചന പത്രം അവർക്ക് നിങ്ങൾ എഴുതുക. എപ്പോ? അല്ല, ഇത്ര ലക്ഷം തന്നെങ്കിൽ ഇത്ര മാസത്തിന്റെ ഉള്ളിൽ, ഇത്ര ഗഡുവിന്റെ ഉള്ളിൽ അടക്കണം പൈസ. അപ്പൊ അങ്ങനെ അടിച്ചാൽ എന്താവും? അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഇൻ അലിംതും ഫീഹിം ഖൈറ, അവരിൽ നിങ്ങൾ ഖൈറിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ നിങ്ങൾ മുകാത്തബത്ത് ചെയ്യുക. ഐ അമാനത്തൻ, അവർ എന്തുണ്ട്? അമാനത്തുണ്ട്, വിശ്വസ്തതയുണ്ട്. അതുപോലെ ഖുദ്റത്തൻ അലൽ കസ്ബി, അടുത്തതെല്ലാം നോക്കിറ് റഹീമു. ഖുദ്റത്തൻ അലൽ കസ്ബി, കസ്ബിന്റെ മേലുള്ള ആവത്. അറിഞ്ഞ കസ്ബ്, സമ്പാദ്യത്തിന്റെ മേൽ, സമ്പാദിക്കുന്നതിന്റെ മേലുള്ള ആവതിനെ നിങ്ങൾ അറിഞ്ഞാൽ, വെറുതെ എഴുതാൻ പാടില്ലല്ലോ, അവർക്ക് ഇങ്ങനെ വീട്ടാൻ പറ്റും എന്ന് അറിയുകയാണെങ്കിൽ. എന്തിന്? അതാ ഈ മാലിൽ കിതാബത്തി, കിതാബത്തിന്റെ സ്വത്തുണ്ടല്ലോ. ഇപ്പൊ കിതാബത്ത് എഴുതിയ ആ സ്വത്തിനെ വീട്ടാൻ വേണ്ടി
ഓർക്ക് കഴിവ് നിങ്ങൾ അറിയുകയാണെങ്കിൽ ചെയ്യുക. മുഖാത്തബത്തിന്റെ സ്വീകം എന്താണ്? പദം മസലൻ ഖാതബ്തുക അലാ അൽഫൈനി ഫീ ഷഹ്റൈനി കുല്ല ഷഹ്റിൻ അൽഫുൻ. ഖാതബ്തുക നിന്നോട് ഞാൻ മുഖാത്തബത്ത് നടത്തി, കിതാബത്ത് എഴുതി, മോചനപത്രം എഴുതി. എത്രന്റെ മേൽ? 2000 രൂപ. എത്ര? 2 മാസത്തിലായി 2000 രൂപ തരണം. കുല്ല ഷഹ്റിൻ എല്ലാ മാസത്തിലും അൽഫുൻ. എത്രയാണ്? 1000. കുല്ലു ഷഹ്റിൻ അൽഫുൻ അല്ല, കുല്ല ഷഹ്റിൻ അൽഫുൻ. അങ്ങനെ ഫൈദ അദ്ദൈതഹുമ അത് രണ്ടിനെയും നീ വീട്ടിയാൽ ഫഅൻത ഹുർറുൻ നീ സ്വതന്ത്രനാണ്. ഇതാണ് സ്വീക. അപ്പോൾ ഫയഖൂൽ അവൻ പറയണം ഖബിൽതു എന്ന് പറയും, ഞാൻ സ്വീകരിച്ചു. ഇതാണ് മുഖാത്തബത്ത്. അപ്പോൾ മുഖാത്തബത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ മുഖാത്തബത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. വാതൂഹും അവർക്ക് നിങ്ങൾ കൊടുക്കുക. അംറുൻ ലിസാദത്തി ഇത് യജമാനന്മാരോടുള്ള കൽപ്പനയാണ്. അവർക്ക് നിങ്ങൾ കൊടുക്കുക. എന്തിനെ? മിമ്മാലില്ലാഹ് അള്ളാഹുവിന്റെ സ്വത്തിൽ നിന്ന് കൊടുക്കുക. ഏത് സ്വത്ത്? അതാ ഇതൊരു ഇറങ്ങാനുള്ള കാരണമുണ്ട്. അബ്ദുല്ലാഹിബിൻ സബീഹ് എന്ന് പറയുന്ന ആൾ ബാപ്പയെ തൊട്ടാണ് റിപ്പോർട്ട്. ഞാനൊരു അടിമയായിരുന്നു, ഹുവൈത്ത് ബിൻ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ആളുടെ അടിമ. ഞാൻ അയാളോട് മോചനത്തെ ചോദിച്ചു, കിതാബ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത് ഐമാനുക്കും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ വആതുഹും അവർക്ക് നിങ്ങൾ നൽകുക മിമ്മാലില്ലാഹില്ലദീ എന്തർത്ഥം? നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്വത്തിൽ നിന്ന് നൽകുക. മിമ്മാലില്ല അള്ളാഹുവിന്റെ സ്വത്തിൽ നിന്ന്. അല്ലതി എങ്ങനത്തെ സ്വത്ത്? ആത്താക്കും നിങ്ങൾക്ക് അവനത് നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നൽകുക. എന്തിനെ? മഫൂൽ മാ ഒന്നിനെ നൽകുക. എന്തൊന്നു? ബിഹി അതുകൊണ്ട് അവർ സഹായം തേടും. ഫീ അദായിമ ഒന്നിനെ വീട്ടുന്നതിൽ. എങ്ങനത്തെ ഒന്നു? ഇൽതസമൂഹു അതിനെ അവർ വഹിച്ചിരിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നു. ലക്കും നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടുന്നതിൽ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഹെൽപ്പ് അവർക്ക് ആക്കണോ നിങ്ങൾ? അപ്പൊ ഒന്ന് അവർക്ക് കൊടുക്കും തന്നെ. അല്ലെങ്കിൽ ഒഫി മാനൽ ഈത്തായി ഈ കൊടുക്കുക എന്ന അതേ അർത്ഥത്തിലാണ് ഹത്തു ഷൈഇൻ മിമ്മൽതസമു അവർ ഏറ്റെടുത്തതിൽ നിന്ന് ഒന്നിനെ എന്താക്കുന്ന? ഹത്തു താഴ്ത്തുക, കുറക്കുന്ന. ജനലാക്കും ചൊന്നു വേണ്ട, 1.5 ലാഖ് തന്നാ മതി. തരക്കുണ്ട. ഹത്തു ഷൈഇൻ മിമ്മൽതസമുഹു അവർ ഏറ്റെടുത്തതിൽ നിന്ന്. ഒരു വസ്തുവിനെ ബേൻ തലക്ക് പോലെ ഇപ്പ കുറെ നാളായിട്ടല്ലേ. അവർ ഏറ്റെടുത്തതിൽ നിന്ന് ഒരു വസ്തുവിനെ എന്താക്കുക? താഴ്ത്തി കൊടുക്കുക. അത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതന്നെയാണ്. പിന്നെ വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ വലാ തുക്രിഹു നിങ്ങൾ നിർബന്ധിപ്പിക്കരുത്. ഫതയാതികും നിങ്ങളുടെ യുവതികളെ, നിങ്ങളുടെ പിന്നെ നിങ്ങളെ യുവതികളെ നിങ്ങൾ നിർബന്ധിപ്പിക്കരുത്. അലൽ ബിഗാഇ ഐ ഇമാ അക്കും മഫൂലല്ലേ, നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾ നിർബന്ധിപ്പിക്കേണ്ട. അലൽ ബിഗാ അങ്ങനെ ഉണ്ടായി ഒരു കാലത്ത്. അടിമ പെണ്ണുങ്ങൾ അതൊരു സമ്പാദ്യ മാർഗമാണ്. പണ്ടുണ്ട് ഇന്നുണ്ട്. ഇപ്പോ ഒരടിമ സ്ത്രീകൾ എന്താക്കുന്ന? വ്യഭിചരിക്കാൻ അയക്കൂ. കിട്ടിയ പൈസ ഓന് ലാഭമല്ലേ ഇപ്പൊ. അപ്പൊ വലാ തുക്രിഹു ഫതയാതിക്കും നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾ നിർബന്ധിപ്പിക്കേണ്ട. അലൽ ബിഗാഇ അയ സിന എന്തിന്റെ മേൽ? വ്യഭിചാരത്തിന്റെ മേൽ. ഇൻ അറദ്ന തഹസ്സുനൻ അവർ മാന്യതയെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഐ തഅഫുഫൻ അൻഹു അതിനെ തൊട്ടുള്ള മാന്യതയെ അവർ ഈ ആയത്ത് എഴുതി വലിയ. അപ്പൊ മാന്യതയെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിർബന്ധിപ്പിക്കണ്ട. ആ മാന്യത ഉദ്ദേശിച്ചില്ലെങ്കിൽ ആണുണ്ടാ. വലാ തുക്രിഹു ഫതയാതിക്കും നിങ്ങളുടെ യുവതികളെ നിങ്ങൾ നിർബന്ധിപ്പിക്കണ്ട. അലൽ ബിഗാഇ എന്തിനു? അടിമപ്പെണ്ണുങ്ങളെ വിഷയത് വ്യഭിചാരത്തിന്റെ മേൽ നിർബന്ധിപ്പിക്കണ്ട. എപ്പോ? തഹസ്സുനെ അവർ ഉദ്ദേശിച്ചാൽ. തഹസ്സുൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ മാന്യത. ആ മാന്യതയെ ഉദ്ദേശിച്ചാൽ അപ്പൊ അതിന്റെ എതിരെന്ത്? ഉദ്ദേശിച്ചില്ലെങ്കിൽ അങ്ങനെ ഇല്ലാന്ന് അതിനെ പറയുന്നത്. മുഖ്തസറിൽ വലിയ ചർച്ച ഉണ്ട് ഈ വിഷയത്തിൽ. എഴുതി വെച്ച് ഞാൻ പോകണം ചെല്ലുമ്പോ ഈ ആയത്ത് കൊടുത്തിട്ട് ചർച്ച ആക്കണം. അപ്പൊ ഇവിടെ ഈ ഷർത്തിന് മഫൂം ഇല്ലാന്നാ. തഹസ്സുനെ ഉദ്ദേശിച്ചാൽ നിർബന്ധിപ്പിക്കണ്ട, ഉദ്ദേശിച്ചില്ലെങ്കിൽ അപ്പൊ മഫൂം അതല്ല, അതിന്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഒരു മഫൂം കൂടെ ഇല്ലാന്നാ. വഹാദിഹിൽ ഇറാദത്തു ഈ ഇറാദത്ത് ആണ് മഹല്ലുൽ. അതായത് ഇന്നറദന തഹസ്സുനൻ എന്ന മഫൂമില്ല. അവർ തഹസ്സുൻ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും വ്യഭിചാരത്തിന് മേൽ നിർബന്ധിപ്പിക്കൽ ഹറാമാണ്. അറിഞ്ഞ? പിന്നെ ഇങ്ങനെ പറയാൻ കാരണം അന്നഹുൽ വാഖിഉ മിൻ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ അവനിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അവനിലാണ്. അതായത് അവന്റെ അടിമപ്പെണ്ണ് തഹസ്സുൻ ഉദ്ദേശിച്ചപ്പോ നിർബന്ധിപ്പിച്ച്. അപ്പൊ അതൊരു വാക്യത്തിനൊത്തിറങ്ങിയത്. അവർ തഹസ്സുൻ ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്തിനെ നിർബന്ധിപ്പിക്കാൻ പോകുന്നതെന്നാ പറഞ്ഞത്.
അതൊരു വാക്യത്ത് മാത്രമാണ്. പക്ഷെ സംഭവം പിന്നെ തഹസ്സുൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമാണ്. അർത്ഥം അവിടെ നിങ്ങൾക്ക് നസ്സാക്കാൻ കാരണം അത് ഇന്നറതിന് സംഗതി ഇത്രേ വലാ തുക്രിഹു ഫതയാത്തിക്കും അലൽ ബിഗ. നിങ്ങളെ പെണ്ണുങ്ങളെ വിചാരത്തിന് മേൽ നിങ്ങൾ എന്താക്കണ്ട, എപ്പോ നിർബന്ധിപ്പിക്കണം. പിന്നെ ഇന്നറതിന് തഹസ്സുൻ എന്തിനു പറഞ്ഞു? അത് ഇറങ്ങാനുള്ള കാരണം അതാണ്. അത് തഹസ്സുൻ ഉദ്ദേശിച്ചപ്പോഴാണ് നിർബന്ധാക്കിയത്. അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. വഹാദിഹിൽ ഇറാദത്തു, ഈ ഇറാദത്ത് ഇൻ അറദ്ന എന്ന് പറഞ്ഞില്ലേ, അത് മഹല്ലുൽ ഇക്രാഹി, ഇക്രാഹിന്റെ മഹല്ലതാണ്. അതായത് നിർബന്ധിപ്പിക്കേണ്ടി വരുന്നപ്പോ, അത്ര അവിടെ ഉദ്ദേശിച്ചു. നിർബന്ധിപ്പിക്കേണ്ടി വരുന്നപ്പോ ഒരു തഹസ്സുന് ഉദ്ദേശിക്കുമ്പോ അല്ലേ, അതാ പറഞ്ഞേ ഈ ഇറാദത്ത് ഉദ്ദേശിക്കേണ്ട. ഇൻ അറദ്ന എന്ന് പറഞ്ഞില്ല, അവർ ഉദ്ദേശിക്കുക. ഈ ഇറാദത്താണ് മഹല്ലുൽ ഇക്രാഹി. എന്തിന്റെ സ്ഥലം? അവർ ഈ തഹസ്സുനെ ഉദ്ദേശിക്കുമ്പോഴാണ് ഇക്രാഹിന്റെ വിഷയം വരുന്നത്. അത്ര ഫലാ മഫ്ഹൂമ ലിശർത്തി. എന്തിനിക്കൂടെ മഫ്ഹൂമില്ല? ഷർത്തുണ്ടല്ലോ, തഹസ്സുൻ ഉദ്ദേശിച്ചാൽ. അപ്പൊ അതിന്റെ മഫ്ഹൂം എന്താണ്? അതിന്റെ എതിരിലുള്ളത് ഉദ്ദേശിച്ചില്ലെങ്കിൽ നിർബന്ധം, അങ്ങനെ ഇല്ല. മഫ്ഹൂമും അതിന് ഇല്ല. ഫലാ യതഹഖഖുൽ ഇക്റാഹു ഇല്ല വമ്മാ ഇൻദ മൈലിൻ. അത് പിന്നെ അതാ പറഞ്ഞു, ഈ ഇറാദത്താണ് ഇക്രാഹിന്റെ മഹല്ല്. തലക്ക് കൊണ്ട ആക്കണമാ. ഇക്രാഹിന്റെ മഹല്ല് നിർബന്ധിപ്പിക്കേണ്ടി വരുന്നപ്പോ അല്ലല്ലേ. അതേ സമയത്ത് അവർ വ്യഭിചാരത്തിലേക്ക് ചായുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇക്രാഹ് ഇല്ല, അതവർ ഇഖ്തിയാർ കൊണ്ടാണ്. പിന്നെ അവിടെ ഇക്രാഹ് എന്നത് തസവ്വുറല്ല. അറിഞ്ഞ അതിന് കാരണമുണ്ടോ നോക്കാം. ലിതബ്തഗു നിങ്ങൾ തേടാൻ വേണ്ടി, നിങ്ങൾ ബിൽ ഇക്രാഹ് ലിതബ്തഗു നിങ്ങൾ തേടാൻ വേണ്ടി, ബിൽ ഇക്രാഹി ഇക്രാഹ് കൊണ്ട് തേടുക നിങ്ങൾ. എന്തിനെ? അറളൽ ഹയാത്തി ദുനിയ, ദുനിയവിയായ ജീവിതത്തിന്റെ ചരക്കിന്, ദുനിയാവിന്റെ പൈസ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ട നസലത്ത്, ഇത് എക്കാലത്തേക്കും ബാധകമാണ്. അതായത് ഹറാമായ വഴിയിലൂടെ സമ്പാദ്യം ഉണ്ടാക്കണ്ടെന്ന്. ഇത് എന്തോ ആവട്ടെ. നസലത്ത് ഈ ആയത്തിറങ്ങിയത് ആരിലാണ്? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന റഈസുൽ മുനാഫിഖീൻ ഉണ്ടല്ലേ, ഓന്റെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. കാന യുക്രിഹു ജവാരിയഹു, കണ്ട അവന്റെ അടിമ സ്ത്രീകളെ അവൻ നിർബന്ധിപ്പിക്കാറുണ്ടായിരുന്നു. അലൽ കസ്ബി ബിസ്സിന, സിന കൊണ്ടുള്ള സമ്പാദ്യത്തിന്റെ മേലെ എന്താക്കൂ. അതാണ് ഇന്ന് ലോകത്ത് മൊത്തം നടക്കുന്നത്. എത്രയോ ജാഗ്രത ഇങ്ങനത്തെ വ്യഭിചാരം കൊണ്ട് എന്താക്കുന്ന പൈസ ഉണ്ടാക്കുന്നത്, ശരീരം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ ആ ഒരു വാക്യത്തങ്ങനെ അവൻ നിർബന്ധിപ്പിച്ചോണ്ടായി. അപ്പോൾ പറഞ്ഞത് അങ്ങനെ തഹസ്സുൻ അവർ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധിപ്പിക്കാൻ പോകണ്ട എന്നാണ് ആ വാക്യത്ത് മാത്രം. അല്ലെങ്കിൽ തഹസ്സുൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹറാമാണ്. ഒമൻ യുക്രിഹുന്ന, ആരെങ്കിലും അവരെ അതിന്റെ മേൽ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ, നിശ്ചയം അല്ലാഹു ആകുന്നത് മിൻ ബഅദി ഇക്റാഹിഹിന്ന. അങ്ങനെ പറഞ്ഞ് ആറ് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നാ. അത് രണ്ടാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേസ് പറഞ്ഞു, ഇങ്ങനെ ആക്കുന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഒമൻ യുക്രിഹുന്ന, ആരെങ്കിലും അവരെ നിർബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ല അർത്ഥം. ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ആകുന്നത് മിൻ ബഅദി ഇക്റാഹിഹിന്ന, അതെ അവരെ നിർബന്ധിപ്പിച്ചതിന് ശേഷം ഗഫൂറുൽ ലഹുന്ന, അല്ലാഹു അവരിൽ നിന്നുണ്ടായതിനെ പുറത്തു കൊടുക്കുന്നവനാണ്. റഹീമും ബിഹിന്ന, അവരെ കൊണ്ട് കാരുണ്യം. അതായത് ഓരെ ഇക്റാഹ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ പണിക്കോം വിട്ടത്. അപ്പൊ അവന്റെ വിഷയമല്ല ഇത് പറയുന്നത്. ഓർക്ക് അല്ലാഹു എന്താക്കുന്നു, പുറത്തു കൊടുക്കുന്നു. അൽ മുബീഹു ഖൗഫുൽ ഖത്ലി അവിൽ ദർബ് അൽ മുഅദ്ദി ലഹു അവിൽ തൽവ് വമ്മൽ ഖത്ലു ഫലാ യബാഹു തഖൗഫുൽ ഫലിസ്ലിം നഫ്സു വലാ യഖ്തുൽ ഗൈറഹു വമ്മാ തർക്കു സ്വലാത്തി മസലൻ ഫലിക്കായസുൽ ബിൽ ദർബി വനഹ്വി ലഅന്നൽ മുക്റഹ വഇൻ ലം യകുൻ ആസിമൻ ഫലറുബ്ബമാ യഹ്സുലു മിൻഹു ബഅദുൽ മൈൽ വൽ ഇക്റാഹുൽ മുബീഹു ലിസ്സിന വഖൗഫുൽ ഖത്ലി അവിൽ ദർബ് അൽ മുഅദ്ദി ലഹു. അതെ من طريق أبي سفيان عن جابر بن عبد الله كان عبد الله بن عوف يقول لجابر اذهبي فأبغينا شيئا. അങ്ങനെ കുറെ ആൾ പറഞ്ഞുകൊണ്ടായിരുന്നു, എന്നാ പോയിട്ട് നീ പൈസ കൊണ്ടുപോകാൻ, വിചാരിച്ചിട്ട് പൈസ കൊണ്ടുപോകാൻ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. പിന്നെ ومن يكرهن فإن الله من بعد إكراههن غفور رحيم ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم
വമൗഇളതൽ ലിൽമുത്തഖീൻ. വലഖദ് നിശ്ചയം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇലൈക്കും നിങ്ങളിലേക്ക് ആയാത്തിൻ മുബയ്യിനാത്തിൻ വ്യക്തമാക്കുന്നതായ ദൃഷ്ടാന്തങ്ങളെ. ബിഫത്തിഹിൽ മുബയ്യനാത്തിൻ ഉണ്ട്, അപ്പോൾ വ്യക്തമാക്കപ്പെട്ടതായ. വകസ്രിഹ എങ്ങനെയുണ്ട്? മുബയ്യിന ഫി ഹാദിഹി സൂറ, ഈ സൂറത്തിൽ അങ്ങനെയാണ്. ബയ്യന ഫീഹ, ബയ്യന ഫീഹ. പിന്നെ അതിൽ പിന്നെ അങ്ങനെയുള്ള അതിൽ പിന്നെ അതെ മുബയ്യിനാത്താണ് വ്യക്തമാക്കുന്നത്. അപ്പൊ അതന്നെ വ്യക്തമാക്കുന്നു. മുബയ്യനാത്താണ് വ്യക്തമാക്കപ്പെട്ടത്. അപ്പൊ എങ്ങനെ? കസ്രിഹ, അതിനിക്ക് കസ്റ് കൊണ്ടുണ്ട്. കസ്ർ എങ്ങനെ? അപ്പൊ മുബയ്യിനാത്ത് വ്യക്തമാക്കുന്നതായ. എവിടെ? ഫി ഹാദിഹി സൂറ, ഈ സൂറത്തിൽ. ബയ്യനാണ് അള്ളാഹു വ്യക്തമാക്കി ഫീഹ, ഈ സൂറത്തിൽ. മാദുക്കിറ, ഈ പറയപ്പെട്ടതിനെ എന്താക്കി? അള്ളാഹു ഈ പറയപ്പെട്ട ഹുക്കുമുകളെല്ലാം വ്യക്തമാക്കി. അപ്പൊ വലഖദ് അൻസൽന നിശ്ചയം ഞങ്ങൾ ഇറക്കി ഈ സൂറത്തിൽ ഇലൈക്കും നിങ്ങളിലേക്ക് വ്യക്തമാക്കുന്ന കുറെ ആയത്തുകളെ എന്താക്കി? ഇറക്കി. ഒരർത്ഥം. പിന്നെ ഔ തുബയ്യിനു ഹാന ആയില്ലേ? ഹാത്തുണ്ടോ? പിന്നെ തുബയ്യിനു എന്ത് നോക്കാം നോക്കാം. ഔ ഏതിലുള്ള ജമല്ല ഏതുണ്ട്? ബയ്യന ഫിഹ മാ ദുക്കിറ ഔ തുബയ്യിനു തുബയ്യിനത്തിൻ. അതെ. അപ്പൊ അത് വ്യക്തമായതായ മുബയ്യനത്ത് എന്നാവുമ്പോ അപ്പൊ അർത്ഥം അങ്ങനെ ആവും. അതാ ബയ്യന ഫിഹ മാ ദുക്കിറ അല്ലെ, റാജിഉൻ ലിൽ ഫത്ഹി. അപ്പൊ ഫത്ഹിലേക്ക് മടങ്ങുന്നത്. അപ്പൊ അങ്ങനെ അർത്ഥം. വലഖദ് അൻസൽന നിശ്ചയം ഞങ്ങൾ ഇറക്കി ഇലൈക്കും നിങ്ങളിലേക്ക് ആയാത്തിൻ കുറെ ആയത്തുകളെ ഇറക്കി. മുബയ്യനാത്തിൻ വ്യക്തമാക്കപ്പെട്ടതായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ബയ്യന ഫിഹ, അതിൽ അള്ളാഹു വ്യക്തമാക്കി. മാദുക്കിറ, ഈ പറയപ്പെട്ടതിന് എന്താക്കി? അതാണ് വ്യക്തമാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ തഫ്സീർ അങ്ങനെ. പിന്നെ പറഞ്ഞത് ഔ ബയ്യിനത്തൻ, മുബയ്യിനാത്ത് തന്നെ. അപ്പൊ മുബയ്യിനാത്ത് എന്നാവുമ്പോ ബയ്യിനത്തൻ കസ്റിലേക്ക് മടങ്ങുന്നതാണ്. ഫഹുവ മിൻ ബയ്യന ബിമഅന തബയ്യന ഫി നുസ്ഖത്തിൻ മുതബയ്യിനത്തുൻ, അതും കസ്റിലേക്ക് മടങ്ങും. ഐ തബയ്യന മാ ഫി ഹാദിഹി സൂറത്തി മിനൽ അഹ്കാമി ഫഹുവ അല നുസ്ഖത്തിൽ ഊല മിനൽ ലാസിം വഅല സാനി മിനൽ മുതഅദ്ദി. അപ്പൊ ബയ്യിനത്ത് എന്ന് പറയുമ്പോൾ വ്യക്തമായതായ എന്നാവും. വ്യക്തമായതായ. വലഖദ് അൻസൽന ഇലൈക്കും നിശ്ചയം നിങ്ങളിലേക്ക് ഞങ്ങൾ ഇറക്കി ആയാത്തിൻ കുറെ ആയത്തുകളെ. ഏതായത്തുകൾ? മുബയ്യനാത്തിൻ വ്യക്തമാക്കപ്പെട്ടതായ ആയത്തുകളെ. പിന്നൊന്നു മുബയ്യിനാത്തിൻ എന്ന് പറഞ്ഞാൽ ബയ്യിനത്തൻ വ്യക്തമായതായ എന്ന ലാസിമാണ്. തബയ്യന മാഫി ഹദീസുറ മുതബയ്യനത്ത് എന്നാണ് ഫി നുസ്ഖയിലുള്ളത്. അപ്പൊ കറക്റ്റായി വ്യക്തമായതായ. അപ്പോ രണ്ടർത്ഥമുണ്ട്. കുളുണ്ടാ നീ ഗൊന്തിന്നിട്ട് പോയാൽ മതി. പിന്നെ നീ ഗൊന്തില്ലേ? ആവോ പേപ്പർത്തായിട്ട് പോ. പിന്നെ അപ്പൊ അത് മനസ്സിലായിട്ടല്ലേ. വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും. അപ്പോൾ വലഖദ് അൻസൽന ഇലൈക്കും നിശ്ചയം നിങ്ങളിലേക്ക് ഞങ്ങൾ ഇറക്കി ആയാത്തിൻ മുബയ്യിനാത്തിൻ വ്യക്തമായതായ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ ഞങ്ങൾ ഇറക്കി. വമസലൻ ഐ ഖബറൻ അജീബൻ അത്ഭുതകരമായ സംഭവത്തെയും ഇറക്കി. വഹുവ ഖബറു ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവമാണ്. മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരിൽ നിന്നുള്ള. വമസലൻ ഉദാഹരണത്തെയും അയച്ചു. മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും ആരെ കൂട്ടത്തിൽ നിന്നുള്ള മസൽ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെ കൂട്ടത്തിൽപ്പെട്ട മസൽ. ഐ മിൻ ജിൻസി അംസാലിഹിം അവരെ പോലോത്തവരുടെ ജിൻസിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഐ അഖ്ബാരിഹിമുൽ അജീബ അവരുടെ അത്ഭുതകരമായ സംഭവമുണ്ട് മുന്നേ കഴിഞ്ഞവർ. അതുപോലോത്ത മസലിനെയും ഇറക്കി ഈ ആയത്തിൽ, ഈ സൂറത്തിൽ. മുന്നത്തതാർ ഖബരി യൂസുഫ മറിയം, യൂസുഫ് നബി അലൈഹി സ്വലാം മറിയം ബീവിന്റെ സംഭവം ഇതേപോലെ അല്ലേ? ആയിഷ ബീവിന്റെ സംഭവം പോലെ തന്നെ ആരോപ്പെല്ലാം ഇട്ടത്. അതുപോലത്തെ സംഭവത്തെ ഞങ്ങൾ ഇറക്കി. ഒരു മിനിറ്റ്. ഖബരി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സംഭവം പോലെ. മറിയം ആരത്? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവം പോലെ. അപ്പൊ അതേപോലത്തെ സംഭവമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം, അതും നമ്മൾ ഇറക്കി. വമൗഇളതൽ ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് ഉപദേശത്തെയും ഇറക്കി. ഐ ഫീ ഖൗലിഹി തആല ഉണ്ടത്.
വലാ തഖുദുക്കും ബിഹിമാ എന്ന് പറഞ്ഞല്ല ഫീ ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാരുണ്യവും നിങ്ങളെ പിടികൂടാൻ പാടില്ല. ലൗലാ ഇസ് സമഅ്തുമൂഹു, ഇതെല്ലാം ഉപദേശമാണ്. വലൗലാ ഇസ് സമഅ്തുമൂഹു ഖുൽതും, അത് കേട്ടപ്പോൾ നിങ്ങൾ എന്തേ പറയാത്തത്, ഇത് വെറുതെ ഒരു ആരോപമാണ് എന്ന് എന്തേ പറയാത്തത്? സൂറത്തുൻ നൂർ മുന്നേ പറഞ്ഞു. യഈദുക്കുമുല്ലാഹു അൻ തഊദു, ഇതെല്ലാം ഉപദേശമാണ്. വതഖ്സീസുഹാ ബിൽ മുത്തഖീന, ഈ മൗഇദത്തിനെ മുത്തഖീങ്ങളെ കൊണ്ട് ഖാസാക്കിയത് എന്തേ? അതിൽ അന്നഹുമുൽ മുൻതഫിഊന ബി, അതുകൊണ്ട് ഉപകാരമെടുക്കുന്നവരാരാണ്? മുത്തഖീങ്ങളാണ്. അതുകൊണ്ടാണ് അവരെ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. നോക്കുക.